ഇന്നത്തെ വീഡിയോ നമ്മൾ സ്ഥിരം കാണുന്ന ഒരു ബേഡിനെ കുറിച്ചാണ്. ഇത് നമ്മുടെ നാട്ടിൽ കോമൺ ആയിട്ട് കാണുന്ന കരിയില കിളികളാണ്. പക്ഷെ നമ്മൾ സ്ഥിരമായിട്ട് കാണുമെങ്കിലും ഇതിനെപ്പറ്റി കൂടുതലായിട്ടൊന്നും നമുക്ക് അറിയാൻ ചാൻസ് ഇല്ല. കാരണം നമ്മൾ അന്വേഷിക്കാൻ ശ്രമിക്കാറില്ല. ഇതിനെപ്പറ്റി ആയിരിക്കും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഒറ്റ നോട്ടത്തിൽ ഇതിനെ കാണാൻ വലിയ രസമൊന്നും ഇല്ലെങ്കിൽ ഇതിൻ്റെ ജീവിതശൈലി വളരെ വ്യത്യസ്തവും ഇൻട്രസ്റ്റിങ്ങുമാണ്. ഈ ഒരു ബേഡ് ബ്രീഡിങ് ഏജ് എത്താൻ വേണ്ടി 3 വർഷം സമയം എടുക്കുന്നുണ്ട്. ഇത് ബ്രീഡ് ആയി കഴിഞ്ഞാൽ ഇത് 3 മുതൽ 4 എഗ്ഗ് വരെയാണ് ഇടുന്നത്. മറ്റുള്ള ബേഡിൽ നിന്ന് ഇതിനെ വ്യത്യസ്തമാക്കുന്ന വേറൊരു കാര്യം കൂടെ ഉണ്ട്. ഇത് ഒരു കൂട്ടമായിട്ട് സഞ്ചരിക്കുന്ന ബേഡാണ്. 7 മുതൽ 10 വരെ ബേഡാണ് ഒരു കൂട്ടത്തിൽ കാണുന്നത്. ഈ കൂട്ടത്തിൽ 1-2 പേര് മാത്രമായിരിക്കും എഗ്ഗ് ചെയ്യുന്നത്. അതിനെ നോക്കുന്നതും വളർത്തുന്നതും എല്ലാം ഈ കൂട്ടത്തിലുള്ള എല്ലാ ബേഡും കൂടിയാണ്. ഇതിൻ്റെ കൂട് ഒഴിക്കുന്ന മുതൽ കുട്ടികൾക്ക് തീറ്റ കൊടുക്കുന്നത് വരെ ഈ കൂട്ടത്തിലുള്ള എല്ലാ ബേഡും കൂടെ ചേർന്നായിരിക്കും. ഇതിൻ്റെ ബ്രീഡിംഗ് ടൈം വരുന്നത് മാർച്ച് തൊട്ട് സെപ്റ്റംബർ വരെ ആയിരിക്കും. ഇതധികം ഉയരമില്ലാത്ത മരങ്ങളിലായിരിക്കും കൂട് കൂട്ടുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു ലൈഫ് സ്പാൻ പറയുവാണെങ്കിൽ ഇതിന് 16 വർഷം വരെ ആയുസുണ്ടെന്നാണ് പറയപ്പെടുന്നത്. ഇതിൻ്റെ ഒരു ഹൈറ്റ് 25 സെൻറ്റിമീറ്ററും 60 തൊട്ട് 72 ഗ്രാം വെയിറ്റ് വരെയാണ് ഈ ഒരു ബേഡിന് വെക്കുന്നത്. ഇതിൻ്റെ ഫുഡിനെ പറ്റി നോക്കുവാണെങ്കിൽ ഇതിന് മെയിനായിട്ടും താല്പര്യമുള്ളത് ഇൻസെക്ട്സ് ആണ്. നമ്മുടെ തറയിലൊക്കെ ചാടിത്തുള്ളി നടന്നവന്മാർ ഇതിനെയാണ് കുത്തിപ്പറക്കി കഴിക്കുന്നത്. അതുപോലെ തന്നെ ചെടിക്കകത്ത് സീഡ്സ് ഇവന്മാർ താല്പര്യപ്പെട്ട് കഴിക്കാറുള്ളതാണ്. ഒരു സ്ഥലത്തും സ്ഥിരമായിട്ട് തങ്ങാത്ത ഒരു ടൈപ്പ് ബേഡാണ്. ഇത് എപ്പോഴും മൂവ് ചെയ്തുകൊണ്ടേയിരിക്കും. ഇരുട്ട് വീണ് കഴിഞ്ഞാൽ ഇത് ഏതെങ്കിലും ഉയരം കുറഞ്ഞ മരത്തിലായിരിക്കും ഇതിൻ്റെ ഒരു താമസം വരുന്നത്. അതുപോലെ തന്നെ ഇതിനകത്ത് നിന്ന് ഒറ്റ ഒരു ബേഡ് മാത്രമായിരിക്കും അലേർട്ടായിട്ട് ഇച്ചിരി കൂടെ ഹൈറ്റ് ഉള്ള ഒരു പൊസിഷനിൽ ഇരിക്കുന്നത്. ഈ ബേഡിനെ പറ്റിയുള്ള ബേസിക് ഡീറ്റെയിൽസ് ഇത്രയൊക്കെ തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിനെപ്പറ്റി കൂടുതൽ അറിയാമെങ്കിൽ ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക.